എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളല്ലേ. ഇന്ന് ആറന്മുളയുടെ വള്ളസദ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. കുറച്ച് ദിവസമായി അയച്ചു വന്നിട്ട്, അപ്പം അത് ഇന്നാണ് പറയാൻ സമയം കിട്ടിയത്. എന്തൊക്കെയാണ് അനുഭവങ്ങളായിട്ട് വരുന്നത്? പലർക്കും ഗുരുവായൂരിലെത്തുമ്പോഴുള്ള അനുഭവം, പല നാടുകളിൽ നിന്നുള്ള അനുഭവം, ഇതിപ്പോൾ ആറന്മുളയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം. ഞാൻ പെട്ടെന്ന് തന്നെ വായിക്കാം, നമുക്ക് കേൾക്കാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. റെഡിയല്ലേ? ഹരേ കൃഷ്ണ സാർ, ഞാൻ 2 അനുഭവങ്ങൾ മുൻപ് അയച്ചു തന്നിട്ടുണ്ട്. അതാ വീണ്ടും ഒരു അനുഭവം കൂടെ പറയണമെന്ന് തോന്നി. ഇപ്പോൾ ആറന്മുള വള്ളസദ്യ നടക്കുകയാണല്ലോ. ഈ അടുത്ത ഒരു ദിവസം ഞാൻ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ തിരുവല്ലയിൽ പോയിരുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ആറന്മുളയ്ക്കുള്ളൂ കേട്ടോ. ഇതിനു മുൻപ് ഭഗവാൻ അവിടെ എന്നെ എത്തിച്ച അനുഭവം പറഞ്ഞിരുന്നു. കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ വള്ളസദ്യയെക്കുറിച്ച് പറഞ്ഞെങ്കിലും പോകാൻ വലിയ താല്പര്യം ഞാൻ കാണിച്ചില്ല. കാരണം പുള്ളിക്കാരിക്ക് ബന്ധു മരിച്ചതിൻ്റെ പോലെയായിരുന്നു. ഒരു ദിവസം വൈകിട്ട് എൻ്റെ കൂട്ടുകാരി വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, സിന്ധു ആറന്മുള വള്ളസദ്യക്കൊന്നും പോകുന്നില്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പോകുന്നില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. പിറ്റേന്ന് നേരം വെളുത്ത് 6 മണിയായപ്പോൾ കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്ന് എനിക്ക് ആറന്മുളയിലാണ് കേട്ടോ ഡ്യൂട്ടി, ചേച്ചി വരുന്നോ? ഇന്ന് അമ്പലത്തിൽ തൊഴുത് വള്ളസദ്യയൊക്കെ ഉണ്ട്, വരാമെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നലെ രാത്രി കൂട്ടുകാരി വിളിച്ചപ്പോൾ പോലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഭഗവാൻ അവിടെ ചെല്ലാനായി കസിനെ കൊണ്ട് വിളിപ്പിച്ചു. പെട്ടെന്ന് പോകാനായി തയ്യാറായി. അവിടെ ചെന്ന് തൊഴുത് ഭഗവാൻ ഒരു തൃക്കൈ വെണ്ണയും നിവേദിച്ചു. പക്ഷേ വള്ളസദ്യ ഉണ്ണാൻ പറ്റുമെന്ന് തോന്നിയില്ല. കാരണം വള്ളസദ്യ വഴിപാട് നടത്തുന്ന കരക്കാർക്കും തുഴക്കാർക്കും പിന്നെ പാസ് എടുത്തവർക്കും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ ആ കരക്കാരി പോയിട്ട് ആ ജില്ലക്കാരി പോലും അല്ലായിരുന്നു. കസിൻ സിസ്റ്റർ ആണെങ്കിൽ അമ്പലത്തിൽ കയറാൻ പാടില്ലാത്തത് കൊണ്ട് എന്നെ അമ്പലത്തിൽ ഇറക്കി വിട്ടു പോയിരുന്നു. എനിക്കാണെങ്കിൽ മുൻപ് 2 തവണ അവളുമായി ശീവേലി സമയത്ത് പോയി തൊഴുത്, അല്ലാതെ യാതൊരു പരിചയമില്ല അവിടെ. ഏതായാലും ഞാൻ തൊഴുത് കഴിഞ്ഞ് കുറേ നേരം അകത്തിരുന്ന് പ്രാർത്ഥിച്ചു. കാരണം ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നനച്ചിരിക്കാതെ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നെ കിട്ടിയത്. വള്ളസദ്യ ഉണ്ണുന്നത് ഒരു ഭാഗ്യമാണെങ്കിലും ഇനി പറ്റിയില്ലെങ്കിലും ഭഗവാനെ തൊഴാൻ പറ്റിയല്ലോ, അത് മതി എന്നോർത്ത് പുറത്തിറങ്ങി. ഭഗവാനെ നിവേദിച്ച ശേഷം വെണ്ണക്കുടം എൻ്റെ കയ്യിൽ തിരുമേനി തന്നിരുന്നു. ഞാൻ അതുമായി ഇത് വാങ്ങിയ കടയിൽ ചെന്ന് കടയിലെ ചേട്ടനോട് പറഞ്ഞു, എനിക്കിനി 3 മണിക്കേ പോകാൻ പറ്റൂ, എൻ്റെ കസിൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരണം, അപ്പോഴേക്കും വെണ്ണ ചീത്തയാകുമോ എന്ന്. അപ്പോൾ ചേട്ടൻ പ്രസാദം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നന്നായിട്ട് പൊതിഞ്ഞു തന്നിട്ട് പറഞ്ഞു, അത്രയും നേരം ഇരുന്നാൽ ഒരുപക്ഷെ വെണ്ണ ചൂടായി ചീത്തയാവാൻ സാധ്യതയുണ്ട് എന്ന്. പക്ഷെ അദ്ദേഹം 12 മണിക്ക് കട അടച്ചാൽ 5 മണിക്ക് മാത്രമേ കട തുറക്കൂ, അല്ലായിരുന്നെങ്കിൽ കടയിൽ ഫ്രിഡ്ജിൽ വെക്കാമായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, കയ്യിൽ വെച്ചോളാം എന്ന് പറഞ്ഞു. കൂടെ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു, വള്ളസദ്യ ഉണ്ണാൻ പാർട്സ് എടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, വഴിപാടുകാരും തൊഴിച്ചിൽക്കാരും കഴിച്ചാൽ ബാക്കി ആൾക്കാർക്ക് കഴിക്കാമെന്ന്. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ അനുഗ്രഹിച്ചാൽ എനിക്കും ഭഗവാന്റെ വള്ളസദ്യ ഉണ്ണാൻ പറ്റുമെന്ന്. കുറേ സമയം 2 കരക്കാരും വന്നു. ആ പള്ളിയോടങ്ങളും അവരെ എതിരേൽക്കുന്നതും എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവരുടെ വഞ്ചിപ്പാട്ടും പ്രദക്ഷിണം വയ്ക്കലും എല്ലാം കഴിഞ്ഞ് ഊണും കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇതൊക്കെ കാണാനും തൊഴാനും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇരുന്ന കൂടെ എനിക്കും വള്ളസദ്യ ഉണ്ണാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു എന്നതാണ് സത്യം. ഒരു കാര്യം കൂടെ, ഭഗവാൻ നിവേദിച്ച ആ വെണ്ണ എത്രയോ ദിവസം വരെ ഒരു കേടുപാടും കൂടാതെ ഇരുന്നു കേട്ടോ. അതും കൂടി എന്തായാലും പറയണം. കാരണം പുറത്തിരുന്നാൽ അന്ന് തന്നെ ചീത്തയാകുമെന്ന് കടക്കാരൻ പറഞ്ഞിരുന്നു. പക്ഷേ കുറേ ദിവസങ്ങളോളം ആ വെണ്ണയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇതുകൂടെ പറയണേ. ഭഗവാന്റെ വെണ്ണ, ആറന്മുള വള്ളസദ്യ, ആ പുഴയിലെ കാഴ്ചകൾ, ആ ഭക്ഷണം, എന്താ അല്ലേ ആ മനോഹരമായിട്ടുള്ള നമ്മുടെ ഡിവൈൻ ഫീലിങ്സ് അതൊക്കെയാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ആ ആൽമരത്തിൻ്റെ കാറ്റും പിന്നെ അവിടുത്തെ ആ ഒരു ഗന്ധവും എല്ലാം മനോഹരമാണല്ലേ. നമുക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഈ തണുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ഒരു സുഖം കൂടുതലാണ്. ചൂടിനാവുമ്പം ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, ചിലപ്പോൾ മഴയാവുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക. പക്ഷേ തണുപ്പ് കാലത്ത് ഒന്നും പറയാനില്ല. ഗുരുവായൂരൊക്കെ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ രാവിലെയുള്ള, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമൊന്നുമില്ലെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. നമ്മളെ ഗുരുവായൂരിലൊക്കെ ഏകാദശിക്കൊക്കെ വരുമ്പോൾ ചൂട് കാലത്തേക്കാൾ നമുക്ക് ഏറ്റവും സുഖം തരുന്നൊരു സമയമാണ്. അപ്പം എല്ലാവരും വരുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? പ്രതീക്ഷയാണല്ലേ. വരാൻ തയ്യാറായിട്ടിരിക്കുന്ന റെഡിയായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും വരാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട്. ഹരേ കൃഷ്ണ.